ആകാശവാണി. നമസ്കാരം. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ലോകത്തിലെ അതിവേഗം വളരുന്ന സാമ്പത്തിക ശക്തികളിൽ ഒന്നായ ഇന്ത്യ ഇന്ന് ആഗോള സ്റ്റാർട്ടപ്പ് ഭൂപടത്തിലെ നിർണായക സാന്നിധ്യമാണ്. പരമ്പരാഗത ബിസിനസ് ശൈലികളിൽ നിന്നു മാറി സാങ്കേതികവിദ്യയുടെയും സർഗാത്മകതയുടെയും കരുത്തിൽ രാജ്യത്ത് പുതിയ തൊഴിൽ സംസ്കാരം കെട്ടിപ്പടുക്കുന്നതിൽ സ്റ്റാർട്ടപ്പുകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. 2016 കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിയുടെ വിജയകരമായ 10ാം വാർഷികം ഇക്കഴിഞ്ഞ ജനുവരി 16 രാജ്യം വിപുലമായി ആഘോഷിച്ചു. 2022 മുതൽ ഈ ദിവസം ഔദ്യോഗികമായി ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായും ആചരിച്ചു വരുന്നു. യുവജനങ്ങളുടെ നവീന ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഇന്ത്യയെ ഒരു ആഗോള സ്റ്റാർട്ടപ്പ് ഹബ്ബാക്കി മാറ്റുകയുമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ ചെറുകിട നൂതന സംരംഭങ്ങൾക്കുള്ള പങ്ക് തിരിച്ചറിഞ്ഞാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ രൂപം നൽകിയത്. കേവലം തൊഴിൽ അന്വേഷകർ എന്ന നിലയിൽ നിന്ന് യുവതലമുറയെ തൊഴിൽ ദാതാക്കൾ എന്ന നിലയിലേക്ക് മാറ്റുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. IT, ആരോഗ്യം, കൃഷി, വിദ്യാഭ്യാസം തുടങ്ങി എല്ലാ മേഖലകളിലും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സ്റ്റാർട്ടപ്പുകൾക്ക് സാധിക്കുന്നുണ്ട്. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനത്തോടനുബന്ധിച്ച് വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇന്നൊവേഷൻ വീക്ക് സംഘടിപ്പിക്കാറുണ്ട്. ഇതിലൂടെ സംരംഭകർക്ക് നിക്ഷേപകരുമായി ആശയവിനിമയം നടത്താനും മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും അവസരം ലഭിക്കുന്നു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിയുടെ ഏറ്റവും വലിയ വിജയം അത് തൊഴിൽ അന്വേഷിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കുകയും തൊഴിൽ ദാതാക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്നതാണ്. യുവാക്കൾ സ്വന്തമായി സംരംഭങ്ങൾ തുടങ്ങാൻ ധൈര്യം കാണിക്കുന്നത് വഴി ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങളാണ് രാജ്യത്ത് സൃഷ്ടിക്കപ്പെടുന്നത്. മേക്ക് ഇൻ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ എന്നീ പദ്ധതികൾ സ്റ്റാർട്ടപ്പുകൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും ഒരുക്കി നൽകി. ഇതിന്റെ ഭാഗമായി സാമ്പത്തിക സഹായം, നികുതി ഇളവുകൾ, പേറ്റന്റ് സുരക്ഷ തുടങ്ങിയ ആനുകൂല്യങ്ങൾ സംരംഭകർക്ക് ലഭ്യമാക്കുന്നുണ്ട്. 2016 രാജ്യത്ത് ചുരുക്കം ചില സ്റ്റാർട്ടപ്പുകൾ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അത് ലക്ഷക്കണക്കിന് അംഗീകൃത സ്റ്റാർട്ടപ്പുകളായി വർദ്ധിച്ചിട്ടുണ്ട്. രാജ്യത്തെ 600-ലധികം ജില്ലകളിൽ നിന്നും കുറഞ്ഞത് ഒരു സ്റ്റാർട്ടപ്പെങ്കിലും ഉയർന്നു വന്നിട്ടുണ്ട് എന്നത് ഈ പദ്ധതിയുടെ സ്വീകാര്യതയെ അടയാളപ്പെടുത്തുന്നതാണ്. കേവലം മെട്രോ നഗരങ്ങളിൽ ഒതുങ്ങി നിന്നിരുന്ന സംരംഭകത്വ ആശയങ്ങൾ ഇന്ന് ടയർ 2, ടയർ 3 നഗരങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും വരെ വ്യാപിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതി രാജ്യത്ത് കഴിഞ്ഞ 10 വർഷത്തിനിടെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന ദേശീയ സ്റ്റാർട്ടപ്പ് ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ലോകത്തെ 3ാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയായി ഇന്ത്യ മാറിയിരിക്കുകയാണെന്നും ആത്മനിർഭർ ഭാരത്, വികസിത് ഭാരത് എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ സ്റ്റാർട്ടപ്പുകൾ നിർണായക പങ്ക് വഹിക്കുന്നതായും ശ്രീ മോദി വ്യക്തമാക്കി. 10 വർഷം മുൻപ് 500-നടുത്ത് മാത്രമായിരുന്ന സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം നിലവിൽ 2 ലക്ഷമായി ഉയർന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. साथियों, स्टार्टअप इंडिया केवल एक स्कीम नहीं बल्कि एक रेनबो विजन है. ये अलग अलग सेक्टर्स को नई अपॉर्चुनिटीज से जोड़ने का जरिया है. आप देखिए, डिफेंस मैन्युफैक्चरिंग, पहले क्या स्टार्टअप एस्टैब्लिश्ड प्लेयर्स के साथ कंपटीशन की कल्पना भी कर सकते थे क्या? आईडेक्स के जरिए हमने स्ट्रेटेजिक सेक्टर्स में स्टार्टअप्स के लिए प्रोक्योरमेंट के नए रास्ते खोले. स्पेस सेक्टर जो पहले पूरी तरह प्राइवेट पार्टिसिपेशन के लिए बंद था, उसे भी अब ओपन कर दिया गया है. आज लगभग 200 स्टार्टअप्स स्पेस सेक्टर में काम कर रहे हैं. इन्हें ग्लोबल मान्यता भी मिल रही है. इसी तरह ड्रोन सेक्टर को देखिए, सालों तक इनेबलिंग फ्रेमवर्क के अभाव के कारण भारत काफी पीछे छूट गया. हमने आउटडेटेड रूल्स हटाए, इनोवेटर्स पर भरोसा किया. साथियों, पब्लिक प्रोक्योरमेंट हमने जेम यानी गवर्नमेंट ई मार्केट प्लेस के जरिए मार्केट एक्सेस को बढ़ाया है. आज करीब 35,000 स्टार्टअप्स और स्मॉल बिजनेसेस जेम पर ऑनबोर्डेड हैं. इन्हें करीब 50,000 करोड़ के लगभग 5 लाख ऑर्डर्स मिले हैं. एक तरह से स्टार्टअप अपनी सक्सेस से हट हर सेक्टर के लिए नए ग्रोथ एवेन्यू खोल रहे हैं.
രാജ്യത്തെ സംരംഭകത്വ മേഖലയെക്കുറിച്ച് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ വളരെ ശുഭപ്രതീക്ഷയുള്ള കാഴ്ചപ്പാടുകളാണ് പങ്കുവയ്ക്കുന്നത്. ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയായി വളർന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണെന്ന് പരിപാടിയിൽ പങ്കെടുത്ത ശ്രീ ഗോയൽ പറഞ്ഞു. ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പുകൾ കഴിഞ്ഞ ദശകത്തിൽ ചരിത്രപരമായ മുന്നേറ്റം കൈവരിച്ചെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ നേട്ടത്തിൽ രാജ്യത്തെ യുവജനങ്ങളെ അഭിനന്ദിച്ച കേന്ദ്രമന്ത്രി ഓരോ വിജയകരമായ സ്റ്റാർട്ടപ്പിനും പിന്നിലുള്ള സ്ഥിരോത്സാഹ മനോഭാവത്തെ പ്രത്യേകം പ്രശംസിച്ചു. 2016 में जब स्टार्टअप इंडिया लॉन्च हुआ तो मात्र 400 के करीब स्टार्टअप्स हुआ करते थे. आज इस मुहिम ने एक विशाल रूप ले लिया है और 2 लाख से अधिक स्टार्टअप्स हमारे विभाग में पूंजीकरण कर चुके हैं. अनुमान है कि इन स्टार्टअप्स के माध्यम से प्रत्यक्ष रूप से 21 लाख से अधिक नौकरियां अभी तक प्रदान कर दी गई हैं. स्टार्टअप इंडिया इनिशिएटिव का प्रभाव इतना व्यापक है. हमारे स्टार्टअप्स आज 50 से अधिक क्षेत्रों में काम कर रहे हैं. डीप टेक हो, आर्टिफिशियल इंटेलिजेंस हो, मशीन लर्निंग या क्वांटम कंप्यूटिंग हो, एग्रीटेक, स्पेस टेक, ड्रोन टेक्नोलॉजी, एरोस्पेस, रॉकेट्स, हर प्रकार से आज महत्वपूर्ण क्षेत्रों में स्टार्टअप्स का बोलबाला है. IT മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ കൃഷി, വിദ്യാഭ്യാസം, ആരോഗ്യം, ബഹിരാകാശ ഗവേഷണം തുടങ്ങി വൈവിധ്യമാർന്ന മേഖലകളിൽ ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ തങ്ങളുടെ മുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. $1 ബില്യൺ മൂല്യമുള്ള യൂണിക്കോൺ കമ്പനികളുടെ എണ്ണത്തിൽ ഇന്ത്യ കൈവരിച്ച നേട്ടം ലോകരാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇന്ത്യയിൽ ഇന്ന് 100-ലധികം യൂണിക്കോണുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഫിൻടെക്, എഡ്യൂടെക്, ലോജിസ്റ്റിക്സ് തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ ലോകത്തിന് തന്നെ മാതൃകയാണ്. വിർച്വൽ റിയാലിറ്റിയുടെയും ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെയും അനന്ത സാധ്യതകൾ തേടുന്ന നമ്മളെ ഭാവിയിലേക്ക് വഴി നടത്താനും ശ്രമിച്ചുവരുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് സർക്കാർ നൽകുന്ന പ്രോത്സാഹനം ചെറുതല്ല. കോഴിക്കോട് ഗവൺമെന്റ് സൈബർ പാർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയായ ഇലൂസിയ ലാബ് സ്ഥാപകനും സിഇഒയുമായ നൌഫൽ പി ആകാശവാണി വാർത്തകളോട്. എൻ്റെ പേര് നൗഫൽ. കോഴിക്കോട് ഗവൺമെന്റ് സൈബർ പാർക്കിലെ ഇലൂസിയ ലാബ് എന്ന് പറയുന്ന കമ്പനീന്റെ ഫൗണ്ടറും അതിന്റെ സിഇഒ ആണ്. വിർച്വൽ റിയാലിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മിക്സഡ് റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി തുടങ്ങിയ തുടങ്ങിയ ഏരിയയിലാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. എഡ്യൂക്കേഷൻ സെക്ടറിലാണ് ഞങ്ങൾ പ്രധാനമായിട്ടും പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയും കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെയും ഒക്കെ അംഗീകാരത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ലാസ്റ്റ് ഇയറിലാണ് ഞങ്ങൾക്ക് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെയും NCERT ഒക്കെ അംഗീകാരത്തോടെ നാഷണൽ അവാർഡ് ഞങ്ങൾക്ക് കിട്ടിയത്. 7 വർഷത്തെ ഞങ്ങളുടെ ഒരു വളർച്ചയിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇത്തരത്തിൽ സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് ഗവൺമെന്റ് നൽകുന്ന സപ്പോർട്ടുകൾ വളരെ വലുതാണ്. കാരണം ഒരു ഇന്റർനാഷണൽ മീറ്റിങ്ങുകളിൽ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിലും UAE പോലത്തെ അല്ലെങ്കിൽ തൊട്ടടുത്ത മറ്റ് സൗദി അറേബ്യ പോലത്തെ രാജ്യങ്ങളിലൊക്കെ നമ്മൾ സന്ദർശിക്കുന്ന സമയത്ത് നമ്മുടെ പ്രൊഡക്റ്റുകൾ ഷോക്കേസ് ചെയ്യാൻ ഗവൺമെന്റ് തലത്തിൽ നിന്നുള്ള ഒരുപാട് സപ്പോർട്ടുകളും ഒരുപാട് ആനുകൂല്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് വളരെ വലുതാണ്. നമ്മളിപ്പോൾ ഗുജറാത്തിൽ നമ്മൾ കമ്പനീന്റെ ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തു. അറ്റ് ദ സെയിം ടൈം ഞങ്ങൾ സൗദി അറേബ്യയിൽ പുതിയൊരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെയൊക്കെ പോകുന്ന സമയത്ത് വി ആർ കമ്മിങ് ഫ്രം ഇന്ത്യ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ അപ്രൂവലൊക്കെ വളരെ പെട്ടെന്ന് നടക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചുള്ള വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം സുന്ദർ പിച്ചായൊക്കെ പറയുന്ന പോലെ ദ നെക്സ്റ്റ് സിലിക്കൺ വാലി ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ഇന്ത്യ എന്നുള്ളത് പറഞ്ഞത് അതിന്റെ ഒരു ഗ്ലോബൽ അറ്റൻഷനും ഓൾറെഡി നമുക്ക് ഇന്ത്യക്ക് ഉണ്ട്. അപ്പൊ ആ ഒരു പൊട്ടൻഷ്യലൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നല്ലൊരു എക്കോസിസ്റ്റത്തിനകത്ത് വളരാൻ കഴിയുന്നു എന്നുള്ളതും ഇന്ത്യക്കകത്ത് നിൽക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ്, ഒരു ഓൺട്രപ്രണർ എന്നുള്ള രീതിയിലൊക്കെ വളരെ വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. പ്രത്യേകിച്ചും ഇന്ന് ടെക്നോളജി രംഗത്ത് ഇന്ത്യ എല്ലാവരും നോക്കിക്കാണുന്ന ഒരു രാജ്യമാണ്. അപ്പൊ അതിന്റെ ഒരു പാർട്ടാവുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ സന്തോഷവും വളരാനുള്ള ഒരു എനർജിയും നൽകുന്നു എന്നുള്ളത് വളരെ വളരെ സത്യമാണ്. രാജ്യത്ത് ഊർജ്ജസ്വലമായ ഒരു സംരംഭക ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്തുന്നതിൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യ സംരംഭം നിർണായക സംഭാവന വഹിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, സ്റ്റാർട്ടപ്പുകൾക്കുള്ള ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം എന്നിവ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയ്ക്ക് നൽകുന്ന പിന്തുണ വലുതാണ്. ശേഷി വർദ്ധിപ്പിക്കൽ, ആശയവിനിമയം പ്രോത്സാഹിപ്പിക്കൽ, ആവാസ വ്യവസ്ഥയിലെ സഹകരണം സുഗമമാക്കൽ എന്നിവയിലൂടെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്റ്റാർട്ടപ്പുകൾക്ക് പിന്തുണ നൽകുന്നു. രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് കുറയ്ക്കുന്നതിൽ സ്റ്റാർട്ടപ്പുകൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. കാർഷിക മേഖലയിലും സ്റ്റാർട്ടപ്പ് മേഖല വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയും ഇന്ന് വൻ പുരോഗതി നേടിയിട്ടുണ്ട്. സ്റ്റാർട്ടപ്പുകൾ വഴി കേരളത്തിൽ ഏകദേശം 1.25 ലക്ഷത്തിലധികം നേരിട്ടുള്ള തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഈ നേട്ടം കൈവരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള സംസ്ഥാന സർക്കാർ സംവിധാനമാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. സംരംഭകർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം
കുറഞ്ഞ വാടകയിൽ ഓഫീസ് സൗകര്യം, ബിസിനസ് രംഗത്തെ വിദഗ്ധരുടെ മാർഗനിർദ്ദേശം എന്നിവ സ്റ്റാർട്ടപ്പ് മിഷൻ ഉറപ്പു നൽകുന്നു. സ്ത്രീ ശാക്തീകരണത്തിലും സ്ത്രീകളെ സമൂഹത്തിന്റെ മുൻപന്തിയിൽ എത്തിക്കുന്നതിനും സ്റ്റാർട്ടപ്പുകൾ നിർണായക സംഭാവന നൽകുന്നു. മുദ്രാ യോജന, സ്റ്റാൻഡപ്പ് ഇന്ത്യ തുടങ്ങിയവയിലൂടെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ സ്ത്രീകൾ വലിയ മുന്നേറ്റമാണ് നടത്തുന്നത്. ഇന്ന് പല പ്രമുഖ സംരംഭങ്ങളുടെയും അമരത്ത് സ്ത്രീകളുണ്ട്. തിരുവനന്തപുരത്ത് നിന്നുള്ള സംരംഭക ശങ്കരി ഉണ്ണിത്താൻ ആകാശവാണി വാർത്തകളോട്. Hello everyone, I'm Shankari Unithan, the CEO of Timetronic Private Limited. 2009 ഞങ്ങൾ Timetronic Management Consultants Private Limited എന്ന പേരിലൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. മെയിനായിട്ട് ഡീൽ ചെയ്യുന്ന ടെക്നിക്കൽ ഹയറിംഗ് ആണ് അക്രോസ് ഇന്ത്യ, ബേസ്ഡ് ഔട്ട് ഓഫ് ട്രിവാൻഡ്രം ബട്ട് അക്രോസ് ഇന്ത്യ. ഇറ്റ്സ് എൻ ഓൾ വുമൻ ഓർഗനൈസേഷൻ ലെഡ് ബൈ വുമൻ. ആൻഡ് അന്നത്തെ ഒരു ക്ലൈമറ്റ് അല്ല ഇന്നത്തെ ക്ലൈമറ്റ്. ഭയങ്കര ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ എക്കോസിസ്റ്റത്തിൽ. വളരെ നല്ലൊരു എൻവയോൺമെൻറ്റ് ആണ് സ്റ്റാർട്ടപ്സിന് കിട്ടുന്നത് ഇപ്പോൾ, എസ്പെഷ്യലി ഫ്രം കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഇപ്പോഴത്തെ 2 പ്രോഗ്രാംസ്, വിച്ച് ഇസ് ഗവൺമെൻറ് ഒരു മാർക്കറ്റ് പ്ലേസ് ആവുന്ന ഒരു പ്രോഗ്രാമും അതുപോലെ തന്നെയാണ് ഫണ്ട് എന്ന് പറഞ്ഞ് ഫണ്ട്സ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന പ്രോഗ്രാംസ്. ഇങ്ങനെയുള്ള പ്രോഗ്രാംസും ഒക്കെ ഇനിഷ്യേറ്റീവ്സും ഒക്കെ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് വരുമ്പോൾ അത് മാക്സിമം യൂസ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതൊരു വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് ആണ്. എവറി ഡേ വുഡ് ബി എ ചലഞ്ച് ഫോർ എ സ്റ്റാർട്ടപ്പ് ഓണർ. അത് ഒരു എക്സ്പീരിയൻസ് ആണ്. ആ ചലഞ്ച് ഏറ്റെടുക്കുമ്പോഴും ദ ഫാക്ട് ദാറ്റ് വി ആർ ക്രിയേറ്റിംഗ് ജോബ്സ് ഇൻ ഇന്ത്യ in Kerala is something which has to be praised. ഈ എല്ലാം ഹാർഡ്ഷിപ്സും അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന കുറച്ച് പ്ലസ് പോയിൻറ്റ്സുകളാണ് ഇതൊക്കെ. നമ്മൾ ഗ്രോ ചെയ്യുമ്പോൾ വി ആർ ആക്ച്വലി ക്രിയേറ്റിംഗ് ജോബ്സ് ഹിയർ, വി ആർ ബീങ് പാർട്ട് ഓഫ് നേഷൻ ബിൽഡിംഗ്. അതൊരു വലിയ ഒരു ഗിവ് ബാക്ക് ആണ് ടു ദ സൊസൈറ്റി. ആൻഡ് ഐ ഫീൽ വെരി ഹാപ്പി ദാറ്റ് ഐ എം എ ഓണർ ഓർ എൻ ഓൺടർപ്രണർ ഫോർ ദാറ്റ് മാറ്റർ. സോ ഐ വിഷ് ഇതെല്ലാം ഈ ആനുകൂല്യങ്ങളെല്ലാം ഉപയോഗിക്കണം, അറിയണം, അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കണം. കൂടുതൽ എന്തൊക്കെ ഫെസിലിറ്റീസ് അവൈലബിൾ ആണെന്നുള്ളത് അറിഞ്ഞാൽ ഇറ്റ് ഈസ് ഈസി ഫോർ us ടു പെർഫോം. ആഗ്രഹിക്കുന്നവരെല്ലാം മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡിജിറ്റൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയ പദ്ധതികളുമായി ചേർന്ന് സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്നത് രാജ്യത്തിന്റെ ആഭ്യന്തര ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും കാരണമായി. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ജനുവരി 10 മുതൽ 16 വരെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇന്നോവേഷൻ വീക്ക് സംഘടിപ്പിക്കാറുണ്ട്. ഇതിലൂടെ വിദേശ നിക്ഷേപകരെ ആകർഷിക്കാനും യുവ സംരംഭകർക്ക് ദിശാബോധം നൽകാനും സാധിക്കുന്നു. 2047ഓടെ ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രധാന ചാലകശക്തി സ്റ്റാർട്ടപ്പുകൾ തന്നെയാണ്. തൊഴിൽ അന്വേഷിക്കുന്നവരിൽ നിന്ന് തൊഴിൽ നൽകുന്നവരിലേക്ക് നമ്മുടെ യുവാക്കൾ മാറുമ്പോൾ അത് വലിയൊരു സാമൂഹിക മാറ്റത്തിന് വഴിതെളിക്കുന്നു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് വരും വർഷങ്ങളിൽ കൂടുതൽ പ്രാധാന്യം ലഭിക്കുമെന്നതിൽ സംശയമില്ല. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലമി ജി നായർ. തയ്യാറാക്കിയത് സുധിൻ സൈനുദ്ദീൻ. അവതരണം അഞ്ജന പുതിയമഠം.